സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഏതാ നുടഞ്ഞ കൈത്തക്കാർക്ക് ഒരു നാഴിക പോലും എന്നാലും നമ്മള് അവരെ വിളിച്ച് യോഗം നടത്തുക. ഒന്നാം ദിവസം തള്ളിയിടുന്ന പുള്ളി, രണ്ടാം ദിവസം ഉരുട്ടിക്കൊണ്ട് നടക്കുന്ന പുള്ളി, മൂന്നാം ദിവസം ഛർദ്ദിപ്പിക്കുന്ന പുള്ളി, നാലാം ദിവസം കരയുന്ന പുള്ളി, അഞ്ചാം ദിവസം ചിരിപ്പിക്കുന്ന പുള്ളി, ആറാം ദിവസം കുരയ്ക്കുന്ന പുള്ളി. ഒരു നാഴിക പോലും മടങ്ങിക്കൊടുത്തില്ലെന്നാ ദുരുപദേശക്കാർക്ക്. വലിയ വലിയ മഹായോഗമൊക്കെ നടത്തുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ചേ. ഉപദേശ ഐക്യമുള്ളവരാന്നോ? ഒന്നാം ദിവസം വരുന്ന പുള്ളി പറഞ്ഞു ആഭരണം ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. രണ്ടാം ദിവസം ഫോട്ടോ വെച്ച പുള്ളി പറഞ്ഞു ഇടേണ്ടവർക്ക് ഇടാം, ഇടാത്തവർക്ക് ശ്വാസം ഒന്നും അറിയുന്നില്ല. ഈ ലോകത്തിലല്ലേ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പാവത്താന് ഇതൊക്കെ നടക്കുക ഇവിടെ. ഒന്നാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ഇടുന്നതുകൊണ്ട് കുഴപ്പം ഇല്ല, അതൊരു ഉപദേശം. രണ്ടാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ഇടേണ്ടവർക്ക് ഇടാം, താല്പര്യമില്ലാത്തവർക്ക് ഇടണ്ട. മൂന്നാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ഇടുന്നതോ ഊടുന്നോ ഒന്നും വലിയ വിഷയം, ഇച്ചിരി കിടന്നുകൊണ്ട് കുഴപ്പമൊന്നും. നാലാം ദിവസം വന്ന പുള്ളി പറഞ്ഞു ഞാനും എൻ്റെ ഭാര്യ ഇടുന്നില്ല, നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടാ, ആസ് യു ലൈക്ക്. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ ഇരിക്കട്ടെ ഒരു ഇംഗ്ലീഷ്. പിന്നെ ഇതല്ലേ ഉപദേശം? ഇതിനൊരു സത്യമുണ്ട്, ഇതിനൊരു ഉപദേശമുണ്ട്, ഉപദേശ ഐക്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ഇന്ന് കൂട്ടുകയും കുറയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. ചെയ്താൽ ഇതിനകത്തെ ബാധ വരുമെന്നാ. 22:18 വായിച്ചേ, വെളിപ്പാട്. അത് ഏതായാലും പ്രശ്നമാണ്. 22:18 പെട്ടെന്ന് വായിരും. അവിടല്ലേ? ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ, ഇതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അനുവരുത്തും. മതി. നീ ഇതിനകത്ത് വല്ലതും കൂട്ടിയാൽ ഇതിനകത്തെ ബാധ വരും. വെളിയിൽ നിന്നൊന്നുമല്ല, ഇതിനകത്തെ ബാധ. നീക്കിക്കളഞ്ഞാലും പ്രശ്നമാണ്, അവിടെ ഓഹരി കാണുകയില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും. വ്യക്തികളല്ല നമ്മുടെ വിഷയം, സഭയല്ല വിഷയം, സംഘടനയല്ല വിഷയം. നമ്മുടെ വിഷയം തിരുവെടുത്താ. ഇതിന്റെ ഒറിജിനൽ സ്വർഗത്തിൽ ഇരിക്കുക. അവിടെ ചെല്ലുമ്പോൾ ഇത് വെച്ചാ നിന്നെ ന്യായം വിധിക്കുന്നത്. തമ്പുരാൻ നമ്മളോട് ചോദിക്കും, നിനക്ക് അവസരം കിട്ടിയപ്പോൾ, നിനക്ക് സ്റ്റേജ് കിട്ടിയപ്പോൾ, നിനക്ക് സാവകാശം കിട്ടിയപ്പോൾ എന്തുകൊണ്ട് നീ ഇത് പറഞ്ഞില്ല? പക്ഷെ ഇതൊക്കെ ഞാനൊരു കാര്യം പറയാം, ഇതൊക്കെ നമ്മൾ തീർത്ത് പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും നമ്മളോട് വലിയ താല്പര്യമൊന്നും. ചെല്ലി പറയാം അയാളെ വിളിക്കുവരുത്, അയാൾ ബോധമൊന്നും ഉള്ളവനല്ല, യാതൊരു കാക്കാച്ചിന് വിവരം ഉള്ളവനല്ല. അത് ശരിയാ. വിവരദോഷിയാകുന്ന എന്നെ ദൈവം കണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം, ദൈവത്തിന്റെ മഹത്വം. അയ്യോ, ഇതിനകത്തത് കൂട്ടുകയും കുറയ്ക്കുകയും ഒന്നും ചെയ്യരുത്. ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി, ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. ആമേൻ. അവിടുന്ന് കണ്ടിട്ടുള്ളവരെ അവിടുന്ന് രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ വിഷയത്ത് വരാ. ഗലാത്യ ലേഖനം ഉപദേശ പശകിനെതിരെയുള്ള ലേഖനമാ. കൊരിന്ത് ലേഖനം ജീവിത പശക് കണ്ടെഴുതിയ ലേഖനമാ. എന്നാൽ എബ്രായ ലേഖനം വിശ്വാസത്തിൽ പശക് സംഭവിച്ചവരെ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനം. എബ്രായ ലേഖനം ഓടിച്ചു മുമ്പോട്ട് പോകാം. നമ്മൾ 10-ാം അധ്യായത്തിന്റെ 32 മുതലല്ലേ വായിച്ചത്. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ആമൻ സ്തോത്രം ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠൻ എന്നങ്ങോട്ട് തെളിയിച്ചു. അവിടുന്ന് ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ആമൻ സ്വന്തം പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അതെ മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ. യേശു ക്രിസ്തു ശ്രേഷ്ഠനാണെന്ന് ഓരോ അധ്യായത്തിലും തെളിയിച്ചു. ഇടയ്ക്ക് മൽക്കീസദേക്കിനോട് ബന്ധപ്പെട്ടാൽ ഒരു പദം പറയാ, ഇവൻ എത്ര മകാനെന്ന് നോക്ക്.
കാണാൻ കൊള്ളാവുന്നവൻ, അംഗീകരിക്കാൻ കൊള്ളാവുന്നവൻ, ആരാധിക്കാൻ കൊള്ളാവുന്നവൻ, അനുഗമിക്കാൻ കൊള്ളാവുന്നവൻ, യോഗ്യതയുള്ളവൻ, ശ്രേഷ്ഠതയുള്ളവൻ, മാന്യതയുള്ളവൻ, മഹത്വമുള്ളവൻ, ധന്യനാകുന്ന ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ളവൻ, മനുഷ്യർക്കാർക്കും കാണാൻ പാടില്ലാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്ത് വസിക്കുന്നവൻ, അൽഫയും ഒമേഗയുമായവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മാറത്ത് പങ്കച്ച കെട്ടുവനെ ചുട്ടുപടിപ്പിച്ച് വെള്ളോട്ടിന് സദൃശമുള്ള ഭാരമുള്ളവനായി 7 നക്ഷത്രം വലങ്കിയിൽ പിടിച്ച് നിലവിളക്കണ നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്ന നദറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഇവൻ എത്ര മഹാനെന്ന് നോക്ക്. ഗജം വെളുത്തവനെ ജ്വാലാഗ്നി ലോചനനെ, ഗജം വെളുത്തവനെ ജ്വാലാഗ്നി ലോചനനെ, കേശം വെളുത്തവനെ ജ്വാലാഗ്നി ലോചനനെ, ഉച്ച കതിരവൻ പോൽ ഉജ്വല ദാനനെ, ഉച്ച കതിരവൻ പോൽ ഉജ്വല ദാനനെ, ദേവകുമാര സർവപാപ വിദൂര ജയിക്ക, ദേവകുമാര സർവപാപ വിദൂര ജയിക്ക. പ്രദർശനത്താൽ ന്യായാസനസ്ഥാനിന്റെ കായ പ്രദർശനത്താൽ ന്യായാസനസ്ഥാനിന്റെ കായ പ്രദർശനത്താൽ ന്യായാസനസ്ഥാനിന്റെ കായ പ്രദർശനത്താൽ മായ വിമോഹമല്ല പിയാർന്നു മണ്ടിടുമേ, മായ വിമോഹമല്ല പിയാർന്ന് മണ്ടിടുമേ, ദേവകുമാര സർവപാപ വിദൂര ജയിക്ക, ദേവകുമാര സർവപാപ വിദൂര ജയിക്ക. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രി എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന, യോഗ്യനാകുന്ന, ഉന്നതനാകുന്ന യേശു ക്രിസ്തു. അതാണ് എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ പുരുഷൻ. ഓരോ അധ്യായത്തിലും ക്രിസ്തുയേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുക. അത് 10ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തിയ യേശു സ്വർഗത്തിലേക്ക് പോയി. അതാണ് 10ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഏകയാഗത്താൽ സദാകാലത്തേക്കും അവിടുന്ന് പാപപരിഹാരം വരുത്തി സ്വർഗത്തിലേക്ക് പോയിരിക്കുക. അതാണ് 10ാം അധ്യായത്തിന്റെ 19 മുതൽ ഓടിച്ചു വായിച്ചു. എല്ലാ ഭാഗവും വിവരിക്കാൻ നേരമില്ല. 10ന്റെ 19 മുതൽ. അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹം എന്ന തീയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുപടിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തെങ്കിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കടുക്കപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണത ചെയ്യാൻ പോണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തു വാ. അവിടെ ആഹ്വാനം കൊടുക്കുക അടുത്തു വരാൻ. ഈ അടുത്തു വാനു പ്രയോഗം കൊടുത്തിരിക്കുന്നോണ്ട് ഇത് പറയുമ്പോ എവിടാ നിൽക്കുന്നേ? ദൂരെ അങ്ങാണ്ട് നിൽക്കുക. ദൂരെ നിൽക്കുന്നത് കൊണ്ടല്ലേ പറഞ്ഞ അടുത്തോട്ട് വരാൻ. ഞാനിപ്പോ ഇവിടെ നിന്ന് പറയാം ഉറങ്ങരുത്. അതിന്റെ അർത്ഥം എന്നാ? ഞാൻ കണ്ടുറങ്ങുന്നത്. പിന്നെ ഇരുട്ടാന്നേലും എനിക്ക് കാണാം കണ്ടുറങ്ങുന്നത്. പിന്നെ ഉറങ്ങി വരുമ്പോ ഹല്ലേലൂയ, അത് ഉറക്കമല്ലെന്ന് അടിക്കുക. പിന്നെ ഇത്രയും നല്ല അന്തരീക്ഷത്തിൽ ഉറങ്ങുന്നത് വലിയ മഹാഭാഗ്യമാണ്. അതൊക്കെ സുഹൃതം ചെയ്തവർക്ക് നമുക്കൊന്നും കിട്ടുകയല്ല. ഇത്രയും നല്ല അന്തരീക്ഷത്തിൽ കുത്തിയിരുന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ വിശുദ്ധരായ ആൾക്കാർക്ക് അത് സാധിക്കും. നമ്മളെ കൊണ്ട് ഒക്കത്തില്ല. അത് വലിയ മഹാഭാഗ്യമാണ്. അപ്പൊ എന്തായാലും കൊള്ളാം, അടുത്തുവ എന്ന് പറയാൻ കാരണം ദൂരെ നിൽക്കുന്നത് കൊണ്ടാണ്. ഇവര് ഇപ്പോൾ ഈ ലേഖനം എഴുതുന്ന സമയത്ത്, ഈ ആഹ്വാനം മുഴക്കുന്ന സമയത്ത് എബ്രായ ക്രിസ്ത്യാനികൾ ദൂരത്ത് നിൽക്കുക അല്ല, ഇവർ ഒരു കാലത്ത് അടുത്ത് നിന്നവരാ. ദൈവത്തോടും വചനത്തോടും സഭയോടും കർത്താവിനോടും പ്രമാണത്തോടും അടുത്തു നിന്നവരാ.
രണ്ടു വാക്യം തെളിയിക്ക. അടുത്തു നിന്നുള്ളത് 6-ാം അധ്യായത്തിന്റെ 9 മുതൽ എന്ന് വായിച്ചത് താഴോട്ട്. 6:9 മുതൽ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതിന്റെ രക്ഷയ്ക്ക് ഉതകുന്നെന്നും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. അപ്പൊ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ആരംഭകാലത്ത് ഇവർ ദൈവദാസന്മാരെയും ദൈവത്തെയൊക്കെ ബഹുമാനിച്ച് ശുശ്രൂഷ ചെയ്തവരാ എബ്രായ ക്രിസ്ത്യാനികള്. പഴയ വിശ്വാസികളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വീട്ടിലൊരു കോഴി മുട്ട ഇട്ടാ പിള്ളേർക്ക് കൊടുക്കല്ല, ഞായറാഴ്ച ബൈത്തോമി കൊണ്ട് കൊടുക്കും. 2 മുട്ട കടിഞ്ഞു കോഴി ഇട്ടാൽ അത് പിള്ളേർക്ക് പോലും കൊടുക്കാത്ത അമ്മമാരുണ്ട്. അത് പൊതിഞ്ഞ് ഞായറാഴ്ച നാളെ സഭ കൊണ്ടു കൊടുക്കും. ഇപ്പോൾ അങ്ങനെ കൊടുക്കുന്നില്ല. തന്നിലെ വാസന്മാർക്ക് മുട്ടയൊന്നും കഴിക്കാൻ കൊണ്ടു കൊടുത്താൽ പറയാം, അമ്മാമ്മ ഉണ്ണി എടുത്തു, ഉണ്ണിയെ അമ്മാമ്മ കൊണ്ടുപോക്കൂ. വെളുത്തത് അതാ. ഇനി അഥവാ 2 മുട്ട ഏതേലും വിശ്വാസി ഭാഗം പിടിച്ച അമ്മയ്ക്ക് അതേ ഉള്ളു 2 മുട്ട കൊടുത്താൽ ചില സഭയെ കമ്മിറ്റിക്കാരുണ്ട്, ഉടനെ അത് ലേലം വിളിക്കും. സെക്രട്ടറിയും ട്രഷറും കൂടെ. ആരും പോകരുത്, ലേലമുണ്ട്. 2 മുട്ട. നീട്ട മുട്ടയാന്നോടാ? അത് ഓടിയിട്ട മുട്ടയല്ലേ? ഇടാതെ പെയ്ത്തോമിലങ്ങ് കൊടുക്കുക. പാസ്റ്റ് പൊരിക്കുകയോ പുഴുങ്ങുകയോ. ഉണ്ണി കഴിക്കുന്ന ഉണ്ണി കഴിക്കട്ടില്ലേ, കൊച്ചുങ്ങൾ ഉണ്ണി കഴിക്കുക, അങ്ങേര് വെള്ളയും കഴിക്കും. ഈ 2 കൂടെ കയറി അത് മുട്ട ഒരു തരം മുട്ട. നിന്നെ മുട്ട നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യമാണ്. നിങ്ങളേലും ഒന്ന് സ്വോത്രം പറഞ്ഞ് സഹായിക്കും. 2 മുട്ട കിട്ടിക്കോട്ടെന്ന് ഓർത്താ ഞാൻ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ആരംഭകാലത്ത് വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിന് മുൻനിരയിലായിരുന്നു ഇവര്. അടുത്ത വാക്യത്തിലുണ്ടത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. നീ ഒരു ഗ്ലാസ് പച്ചവെള്ളം ദൈവനാമത്തിൽ കൊടുത്താൽ അത് മറന്നു കളയുന്നവനല്ല ദൈവം. നിന്റെ വീട് സുവിശേഷത്തിന് തുറന്നു കൊടുത്താൽ അത് മറന്നു കളയുമെന്നല്ല ദൈവം. നിന്റെ തലമുറയെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്താൽ അത് മറക്കുന്നവനല്ല ദൈവം. 10 പൈസ നീ കൊടുത്താൽ അതെല്ലാം അവിടുന്ന് കുറിച്ചു വെച്ചിട്ടുണ്ട്. മലാക്കിയിൽ വായിക്കുന്ന സ്മരണയുടെ പുസ്തകം ഉണ്ടെന്ന്. യഹോവ ഭക്തന്മാർ എന്ന് തമ്മിൽ സംസാരിച്ച് യഹോവ ഭക്തന്മാർ സംസാരിച്ചത് ഗുണം വരുന്ന കാര്യമൊന്നുമല്ല. ഭക്തന്മാരെല്ലാം കൂടെ ഇരുന്നെല്ലാം കൂടെ പരുവക്കേട് അടിക്കുന്നത് ഇല്ലേ? 3:13 മുതൽ ദൈവദാസനെ വായിച്ചേ. അല്ല, കണ്ണിക തുടങ്ങുന്നത് മുതൽ വായിച്ചേ. നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ ഏത് വാക്കിനാൽ നിന്നെ ഞങ്ങളെ അതികഠിനമാക്കി ചോദിക്കുന്നു. ആ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഇതൊക്കെ ആ ഭക്തന്മാരുടെ ഇപ്പോഴത്തെ ഡയലോഗ്. എന്റെ ബേച്ച ഞാൻ ഈ വേലയ്ക്ക് ഇറങ്ങി വേണ്ടതുപോലൊന്നും പ്രയോജനം ഇല്ല, ഇതുവരെ വീട് വെച്ചില്ല, ഒരു വണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകുക. ഇതൊക്കെയാ ഭക്തന്മാരിന്ന് പറയുന്നത്. നല്ല ഭക്തനാ. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിച്ച ഉന്നം വെച്ച സഭ കിട്ടില്ല. തങ്കച്ചൻ അടിച്ചു മാറ്റി സെൻട്രൽ പാസ്റ്ററെ കണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എന്നോട് പറഞ്ഞു ഒന്നും കോളാമ്പി വെച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക, ഒന്നും പറയുന്നില്ല. പോട്ടെ. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. പിന്നെ ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ കറുപ്പെടുത്തു. ഉപവാസത്തെ കാണിക്കുന്നതാ. ഞങ്ങൾ ഉപവസിക്കുക കറുപ്പെടുത്ത് നടത്തുന്നതിനാലും. അയ്യോ, ഇത് തന്നെയല്ലയോ ആസാബ് ചോദിച്ചത്. 73:1 മുതൽ വായിര്. പെട്ടെന്ന് വായിച്ചോ, സമയമില്ല, അതുകൊണ്ടാ. 73:1 മുതൽ സങ്കീർത്തനം. ആസാബ് ലേവി ഗോത്രത്തിൽ കോരയ്ക്ക കുലത്തിൽ ബേരയ്ക്കാവിന്റെ മകനാകുന്ന ആസാബ് പാട്ട് പാടാൻ മുൻനിരയിൽ നിന്ന സംഗീതക്കാരുടെ തലവനാകുന്ന കൊയർ അതിനെന്നെ പറഞ്ഞ ബിനോയ് ലീഡർ, വർഷിപ്പ് ലീഡർ. ആടാ, കൊയറെന്നല്ല. അപ്പൊ വർഷിപ്പ് ലീഡർ ആസാബ് എന്തുവാ പറഞ്ഞത്? വായിച്ചേ. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്ന നിശ്ചയം എന്നുവെച്ച് പുള്ളി താഴോട്ട് പറഞ്ഞു തന്നെ വായിര്. പാട്ടൊക്കെ പാടുന്നുള്ളത് നല്ല ഈ സംഗതിയൊക്കെ വെച്ച് പാടുന്നെങ്കിൽ ഇടറി നിൽക്കുക കക്ഷി. ആകെ പരുവക്കേടായി, വഴിവഴിപ്പിലായി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ട അഹങ്കാരികളോട് അവർക്ക് വേദന, അവരുടെ ദേഹമെല്ലാം പുള്ളി ഒന്നിനൊന്നിന് മെലഞ്ഞു വരിക, വേരിനിടലിട്ട് വലിച്ചതുപോലെ. അജമാംസ രസായനം വരെ കഴിച്ചിട്ടും മെലിയുക. ഇത് വേറെ കേസാ.
ജെയിംസ് വാസ് കണ്ണ് കാണിക്കുന്നു, ഇതൊന്ന് ഒക്കെ വേറെ കേസാ. പുള്ളി ഉള്ള നേരം നമുക്കിട്ട് കോളടിക്കുക. ഇരിക്കട്ടെ. അല്ലെ, എനിക്കും വേണ്ടായോ? അടുത്ത വാക്യം വായിരേ. മറ്റു മർത്യരെ പോലെ കഷ്ടത്തിലൊന്നും ആകുന്നില്ല, പിന്നെ പാട്ട് പാടിയാച്ചാ ഇതെല്ലാം പറയാന്നേ. വിനോയ്യേ, 3-4 ഓർഗൻ വായിച്ചു പരുവക്കാടൊന്നും വിളിച്ച് പറയരുത്. സ്തോത്രം. മറ്റു മർത്യരെ പോലെ ഇവര് കഷ്ടത്തിൽ ആകുന്നില്ല, പിന്നെ ഡംബം അവർക്ക് മാലയായിരിക്കുന്നു, പിന്നെ അയ്യോ പരുവക്കാടെല്ലാം കൂടെ ചിന്തിച്ച് പുണ്യശ്വാസ സമയമായല്ലയോ? നോക്കിയല്ലോ വാച്ചേ. കൊതുക് വന്നതാ. ഇല്ല, തള്ളയും പറഞ്ഞ ഒരു കൊതുക് പോലും കുത്തിയിട്ടില്ലെന്നാ. തള്ള ഇന്നലെ പറഞ്ഞ കൊതുക് പോലും മനസ്സിലായില്ലേ? കേട്ടില്ലേ? നീ എല്ലാം കേൾക്കുന്നില്ല, അത് മാത്രം. കൊതുക്. പിന്നെ പുള്ളി അബദ്ധം കയറി പറഞ്ഞു പുള്ളി അബദ്ധം പറയുക. അയ്യോ, ഞാൻ കുറ്റമില്ലായ്മയിൽ എന്റെ കൈ കഴുകിയത്. അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? വായിച്ചോ. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോട് ഭീഷണി പറയുന്നു. പുഷ്ടിയാൽ ഉന്തിന കൺകൾ ഇല്ലേ, അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. പുഷ്ടിയാൽ ഉന്തിന കൺകൾ ഇല്ലേ, അവർ ഇഷ്ടമെല്ലാം സാധിച്ചിടുന്നില്ലേ. ഞാനോ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകിയതു വ്യർത്ഥം, തീരെ വ്യർത്ഥം. ഞാനോ കുറ്റമില്ലായ്മയിൽ എന്റെ കൈകളെ കഴുകിയതു വ്യർത്ഥം, തീരെ വ്യർത്ഥം. ദൈവം അതാൽ നല്ലവനതിനില്ലൊരു വാദം. എന്നാൽ ഉമ്മതികൾ ചൂക്കികൾ മേവും അതിലിട പ്രിയതുള്ളം തിരതുല്യം. ശ്രദ്ധിക്കുക, ഈ അബദ്ധമെല്ലാം കയറി പറയുകയാ. യോ, ഞാൻ കുറ്റമില്ലായ്മ എന്റെ കൈ കഴുകിയത് വ്യർത്ഥം. ഇത് തന്നെയാ യിരെമ്യാവ് പറഞ്ഞത്. 9:1 യിരെമ്യാവ് 9:1. ഇത് തന്നെയല്ലയോ പുള്ളിയും പറഞ്ഞ്. പാട്ടുകാരനും ഇത് തന്നെ, പ്രവാചകനും ഇത് തന്നെ, പുരോഹിതനും ഇത് തന്നെ പറയുന്നത്. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രികളുടെ നികന്മാർ നിമിത്തം മരുഭൂമിയിൽ വഴിയാത്രക്കാർക്ക് ഒരു സത്രം താഴോട്ട് പഠിച്ചു വരുമ്പോൾ ദുഷ്ടന്മാർ അഭ്യുദയം പ്രാപിക്കുന്നു, നീതിമാന്മാർ പിന്നെ കഷ്ടത്തിലാകുന്നു. പ്രവാചകനും ഇത് തന്നെ പറയുന്നത്, പാട്ടുകാരനും ഇത് തന്നെ പറയുന്നത്, മലാഖിയിൽ പുരോഹിതന്മാരും എല്ലാവരും ഇതൊക്കെ തന്നെ പറയുന്നത്. അബദ്ധം കയറി പറഞ്ഞു. ഒരു കാര്യം പറയാ, നീ കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുത്തതും ചെയ്യുന്നതൊന്നും അബദ്ധമൊന്നുമല്ല, മണ്ടത്തരമൊന്നുമല്ല. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും അതിന് പ്രതിഫലമുണ്ട്. മലാഖിയിൽ എഴുതി വച്ചിരിക്കുക സ്മരണയുടെ പുസ്തകമുണ്ടെന്ന്. ഒരപ്പൻ തന്റെ മകനെ ആദരിക്കുന്നത് പോലെ നിന്നെ ആദരിക്കുന്നൊരു ദൈവമുണ്ട്. അപ്പോൾ എബ്രായ വിശ്വാസികൾ പ്രാരംഭത്തിൽ തീക്ഷ്ണതയുള്ളവരാ, വളരെ തീക്ഷ്ണത. അതുകൊണ്ടാണ് 6-ാം അധ്യായത്തിൽ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇനി ആ തീക്ഷ്ണതയുടെ വിശേഷത ഞാൻ മുമ്പേ വായിച്ച കുറുവാക്യത്തിൽ 10:32. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂട്ടുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച്, അപ്പോൾ പോരാട്ടം കഴിച്ച് ധീരതയോടെ നിന്നവരാ.
എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മുന്നരെ നിന്നവർ ഇപ്പൊ പുറകിൽ പോയി. പുറകിൽ പോയവരോട് ആ പൗലോസ് പറഞ്ഞ് അടുത്തു വാ. ഇവരെന്നാ പുറകിൽ പോകാൻ കാര്യം? പെട്ടെന്ന് പറയാം. 2 കാരണങ്ങൾ കൊണ്ട് പുറകിൽ പോയി. 1 ദുർമനസാക്ഷി, 2 ശുദ്ധ ഹൃദയവും ഇല്ല. 2 കാരണത്താലാ പുറകോട്ട് പോയത്. ദുർമനസാക്ഷിയും ശുദ്ധ ഹൃദയവും നല്ല ഹൃദയം ഒന്നുമല്ല. ഒരു അനുകമ്പയോ അനുതാപമുള്ള ഹൃദയം ഒന്നുമില്ലല്ലോ, ഇല്ല. കൂടെയുള്ള വിശ്വാസികളുടെ, കൂട്ടു സഹോദരന്റെ, കൂട്ടുവേലക്കാരുടെ ബുദ്ധിമുട്ടോ ഞെരുക്കമോ കാണാനോ ഗ്രഹിപ്പാനോ ഉള്ള ഹൃദയം ഒന്നും. പിണങ്ങാതിരിക്കാൻ ഒരു കാര്യം പറയാം, പിണങ്ങിയാലും എനിക്കൊന്നുമില്ല. 5 കോടിക്ക് വീട് പണിയുന്ന ദേവിച്ചന്റെ സഭയിൽ അടുത്തിരുന്ന് ആരാധിക്കുന്ന തങ്കച്ചൻ സഹോദരന് 2 മുറി പോലും പണിയാൻ നിർവാഹമില്ലാതെ ഞരങ്ങുക. തങ്കച്ചന് 2 മുറി തേക്കണ്ട, പരുക്കനിടാൻ, മാർബിളൊന്നും വേണ്ട. ബേവിച്ചനും പെമ്പളയും കൂടെ ഡിസ്കസ് ചെയ്യാനാ ഇറ്റാലിയൻ മാർബിൾ വേണോ രാജസ്ഥാൻ വേണോ. അന്നേരം കൂടെ ആരാധിക്കുന്ന തങ്കച്ചൻ എന്ത് ചിന്തിക്കുക, മെറ്റില് കിട്ടുമോ, ഇച്ചിരി മണല് കിട്ടുമോ, എന്തിനാ പരുക്കനിടാൻ. എടുക്കപ്പെട്ടതാണോ അതോ അനക്കമില്ലാതിരുന്നതാണോ? മതി. സ്തോത്രം. കൂടെ ആരാധിക്കുന്നവന് ഒരു ചെറിയ മുറി പണിയാൻ നിർവാഹമില്ല. നിന്റെ പട്ടിക്കൂടിന് കൊടുക്കണം 5 ലക്ഷം രൂപ. മിക്കവാറും പോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. സ്തോത്രം. കൂടെ ആരാധിക്കുന്ന സഹോദരന്റെ കുഞ്ഞിനെ സ്കൂളിൽ പോകാൻ നേരത്ത് ബുക്ക് മേടിക്കാനില്ല, നിർവാഹമില്ല. കൊട മേടിക്കാൻ അങ്ങനെ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും ചിലരുടെ കാര്യമായി പറയാനേ. മനസ്സിലാകുന്നുണ്ടോ വല്ലോ? ഹൃദയമില്ലെന്ന്. നല്ല ഹൃദയമൊന്നും അല്ലിപ്പം. ദൈവത്തിന് മഹത്വം. 2 കാരണത്താൽ അകന്നു പോയി. 1 ദുർമനസാക്ഷി, നല്ല മനസാക്ഷി ഒന്നുമില്ല, ദയൊന്നുമില്ലല്ലോ, അനുകമ്പയില്ലല്ലോ. ഒരു ഭിക്ഷക്കാരൻ വന്നാൽ പോലും 10 രൂപ. ഇപ്പൊ ഭിക്ഷക്കാർക്കും 10 വേണ്ട. കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ചില്ലറയായിട്ട് 10 ഉള്ളായിരുന്നു, കൊടുത്തപ്പോൾ അയാൾ എന്നെ നോക്കുന്ന കണ്ട്. ഞാൻ പറഞ്ഞു പിന്നെ തരാന്ന് പറഞ്ഞു. അവർക്കും താല്പര്യമില്ല. അല്ലെങ്കിൽ 10 കിട്ടിയാലും. പേര് പറയുന്നില്ല. നമ്മുടെ ഒരു ഉപദേശി പണ്ട് മരിച്ചു, പഴയ ആളാ. മരിച്ചപ്പോൾ പന്തലിടാനായിട്ട് മിറ്റമെല്ലാം പന്തലിടാൻ നേരത്തെ ഉപദേശിമാരെല്ലാം, കൊച്ചുപദേശിമാരെല്ലാം പൈസ പെറുക്കുക. എല്ലാം 10 പൈസ. ചെറിയ കല്ലുകളാ. കല്ലിനിടയിൽ നിന്നെല്ലാം. പിന്നെ അറിഞ്ഞത് ഏത് ഭിക്ഷക്കാർ വന്നാലും 10 പൈസ കൊടുക്കുക. അയാൾ എറിഞ്ഞേച്ച് അവരങ്ങ് പോകും. ഈ 10 പൈസ ഉള്ള മുറ്റത്ത് മുഴുവൻ എവിടാന്ന് എന്നോട് ചോദിക്കരുത്. ചിലക്ക് മനസ്സിലായി കാണും. ഇവിടെ ജ്ഞാനബുദ്ധി ആവശ്യം. അത് 10 പൈസ കൊടുക്കത്തില്ലല്ലോ. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ച, ചില വീടിന്റെ വാതിക്കൽ പെന്തിക്കോസുകാരാന്നേ ചിലര്. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിന് പുറത്ത് നിൽക്കുന്നു? പറ, അകത്ത് വരിക. എന്നാ ചില നിയമം ഗേറ്റായി വെച്ചിരിക്കുക, പട്ടിയുണ്ട് സൂക്ഷിക്കുക. എന്തിനാടാ ഇത് 2 കൂടെ എഴുതി വെച്ചേക്കുന്നേ? വെടിവെക്കുകയും തല്ലിക്കൊല്ലുകയും കൂടെ. ഒന്നേ വെടിവെച്ച് കൊല്ലണം, ഇല്ല തല്ലിക്കൊല്ലണം. നിങ്ങൾ എന്നെ ഇങ്ങനെ സ്പർദ്ധിച്ചു നോക്കുന്നേ? ദൈവത്തിന് മഹത്വം. ആ ഭാഗം ഞാനങ്ങ് വിടുക. 2 കാരണത്താൽ അകന്നുപോയി. 1 ശുദ്ധ ഹൃദയമില്ല, 2 ദുർമനസാക്ഷി. ഇതുകൊണ്ടാണ് ഇവർ അകന്നത്. ഒരു കാലത്ത് അടുത്ത് നിന്നവരാ, കാലക്രമേണ അകന്നു. അകന്നു പോയവരങ്ങ് പോകട്ടെന്ന്, ഒടുങ്ങിപ്പോകട്ടെന്നല്ല. അവരോട് പറയുക, നിങ്ങൾ അകന്ന് നിൽക്കാതെ, ദൂരെ നിൽക്കാതെ ഇന്ന് രാത്രി അടുത്തു വാ. അടുത്തു വരാൻ പറയുമ്പോൾ 2-3 കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാ ഇവരെ വിളിക്കുന്നത്. നിങ്ങൾ അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, അകന്നു നിൽക്കരുത്. 3 കാര്യം ചൂണ്ടിക്കാണിച്ചു. വിവരിക്കാൻ നേരമില്ല. 1, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടിട്ടുണ്ട്. ഇത് പഴയ വഴി മെയിൻറ്റെയിൻ ചെയ്തൊന്നുമല്ല. ഇത് യഹൂദന്മാരുടെ വഴിയൊന്നുമല്ല, പാരമ്പര്യത്തിന്റെ വഴിയല്ല. ഇത് തോമാശ്ലീഹ വന്നപ്പം വെട്ടി തുറന്ന വഴിയൊന്നുമല്ല. അങ്ങനെയൊക്കെ വന്നെന്നൊക്കെ ചിലര് പറയുന്നു. 7 പള്ളി പണിതെന്നോ, പിന്നെ കുരിശതിലേ പോയെന്നോ, കുരിശ് കൊണ്ട് കടവിന്റെ അവിടെ കണ്ടെടുത്തു. ഉടനെ അവരൊരു പേര് വിട്ടു, തോമത്ത് കടവ്. പിന്നെ ഊളത്തരം പറയുന്നതിന് കുറെ അതിരില്ലേ? ഏത് തോമയുടെ കാര്യമാ? 7 പള്ളി പണിതെന്ന്.
ഉടുതുണിക്ക് മറതുണിയില്ലായിരുന്നു, ആ പള്ളിമാണ് കിടക്കുന്നത്. പുസ്തകത്തിലെ വാക്യം, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും. പുസ്തകത്തിൽ വാക്യം വായിര്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യം വായിച്ചേ. താളിഞ്ഞോട്ട് മറിക്കും അടുത്ത വശത്ത് മേളില്. ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാര്, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. ഈ നാഴിക വരെ ഞങ്ങൾ ബഹുവചനമാ, ഏകവചനമല്ല. ഞങ്ങൾ എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും എന്ന് സാരം. ഈ നാഴിക വരെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മത്തായി അപ്പോസ്തലന്മാരില് ആരൊക്കെയാ അപ്പോസ്തലന്മാര്? മത്തായി, പ്രാതാക്കൾ, പത്രോസ്, അന്ത്രേയോസ്, പണ്ട് ചൊല്ലിട്ടില്ലേ? പ്രാതാക്കൾ, പത്രോസ്, അന്ത്രേയോസ് ചൊല്ലിക്കേ. ഓ, ബർത്തലോമായി, മത്തായി, പിന്നെ അൽവായി, തനയൻ യാക്കോബും, യാക്കോബീൻ പ്രാതാവാകും യൂദാസ്കറിയോത്തും. ഇങ്ങനെ 12 അപ്പോസ്തലന്മാർ. അതാ അപ്പോസ്തലന്മാർ. ഞങ്ങൾ ഈ നാഴിക വരെ ഞങ്ങൾ അയച്ചോ. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്ന്, അപ്പോസ്തലന്മാരുടെ ആരംഭകാലത്തെ വിശന്നും പിന്നെ ദാഹിച്ചും ഉടുപ്പാനില്ലാതെ. ഉടുതുണിക്ക് മറുതുണിയില്ല. അന്നേരം പത്രോസിന്റെയും തോമാച്ചന്റെയും തുണിയുടെ അയ്യരുകളിയാ. ഉള്ള തുണി മുഴുവൻ കേരളത്തിലോട്ടാ വരുന്നത്. അവിടെ ഇച്ചിരി കൊണ്ട് ഇതാരുടെ? അത് പത്രോസിന്റെ തുണി. ഇതിന് വീണ്ടും തുണി. അതുങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് തുണി ഇല്ലായിരുന്നു. ഉടുത്ത തുണിയല്ലാതെ വേറെ അങ്ങനെ ഞാൻ എഴുതിയാണോ? നിങ്ങൾ വായിച്ചേ. ഇങ്ങോട്ട് പോയിട്ട് ഞാനിപ്പോ എഴുതാന്ന് തോന്നുന്നു. ഈ നാഴിക വരെ ഞങ്ങൾ ഉടുത്ത തുണിയല്ലാതെ വേറെ ഇല്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാൻ കേട്ടിട്ടുണ്ട്. ഭക്തനായ സൈമൺ സാറിനെ പറ്റി ഒരു സാക്ഷ്യം ഞാൻ കേട്ടത്, 2 ജോഡി തുണിയേ ഉള്ളായിരുന്നു. അതിലൊരു ജോഡി ഭാര്യയോട് പറഞ്ഞു കഴുകി വെക്കണം, വൈകിട്ടൊരു യോഗമുണ്ടെന്ന്. ഈ കൊച്ചമ്മ തിരക്കോ ബദ്ധപ്പാട് കൊണ്ടോ കഴുകാനൊത്തില്ല. പകലത്തെ യോഗം കഴിഞ്ഞ് വന്നപ്പോ അത് മുഷിഞ്ഞു, ഇട്ടതും മുഷിഞ്ഞു. അദ്ദേഹം ആറ്റി ചെന്ന് ആറാട്ടുകട അപ്പുറം വേണം യോഗത്തിന് പോകാൻ. വെള്ളത്തിലിറങ്ങി കുളിക്കുന്നതിന് മുന്നേ ഇട്ട ഒരു ജോഡി തുണി കുത്തിപ്പിഴിഞ്ഞ് മണപ്പരപ്പിലോട്ട് ഇട്ടേച്ച് തോർത്തൊടുത്ത് വെള്ളത്തിൽ അല്പനേരം കിടന്നു ഇതൊന്ന് ഉണങ്ങാൻ. കയറി തോർത്തിയച്ച് അത് അല്പം നനവുണ്ട്, അതിട്ടോണ്ട് ആറാട്ടുപുഴ യോഗത്തിന് ചെന്ന് അവിടെ ചെന്നപ്പോ ഉണങ്ങി. അല്ല, അതുകൊണ്ട് പുള്ളി ഒരു വരി എഴുതി. നമുക്ക് പാടാൻ പോലും യോഗ്യതയില്ല. വരി ഇങ്ങനെ: നല്ല വസ്ത്രം, നല്ല ശയ്യകൾ, സുഖസാധനങ്ങൾ, ഇല്ലിവയിലാശദാസന്. നല്ല വസ്ത്രം, നല്ല ശയ്യകൾ, സുഖസാധനങ്ങൾ, ഇല്ലിവയിലാശദാസന്. വല്ലപതിരുമേനിയെങ്കിലും ഏതുമായെനിക്കേതുമാകിലും തെല്ലുമല്ലുള്ളിൽ കില്ലൊഴിഞ്ഞുര ചെയ്തിട വിഭോ. തെല്ലുമല്ലുള്ളിൽ കില്ലൊഴിഞ്ഞുര ചെയ്തിട വിഭോ. എന്നവിടെ വന്നു ചേരി ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തീരുവാൻ. എന്നവിടെ വന്നു ചേരി ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ച തീരുവാൻ. അപ്പോൾ നല്ല വസ്ത്രവും നല്ല ശയ്യവും ഒന്നും ഇഷ്ടമല്ലായിരുന്നു. അതുപോലെ അപ്പോസ്തലന്മാർ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെ പിന്നെ കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാണ്. അവിടെ ഒന്ന് നിർത്തേണ്ടതാണ്. സ്വന്തമായിട്ട് നാടൻ ഭാഷ പറഞ്ഞ സ്ഥിരവാസം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വീടും മത്തും ഒന്നും ഇല്ല. അന്നേരം പറയാ ഇവിടെ വന്ന് ഏടര പള്ളി വെച്ചെന്ന്.
ഉടുതുണിക്കോ മറുതുണിയില്ല. യോഗമൊക്കെ കഴിഞ്ഞ് പ്രാണം തല്ലിയാ വരുന്നത്. വിശന്ന് കൂറ കുത്തിയിട്ട് ആരുടെയോ വയലിറങ്ങി കതിര് പറിച്ച് തിരുമ്മി തിന്നവരാ. വിശപ്പിന്റെ കാഠിന്യം കൊണ്ടായിരിക്കും ശിമോന്റെ വീട്ടിൽ ചെന്നപ്പോ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു. നമ്മുടെ ആൾക്കാരും കല്യാണത്തിന് കൈ കഴുകാതെ കഴിക്കും. പിന്നെ കഴിച്ചു വെച്ചാ പറയുന്നത് വെള്ളം. ആദ്യം കൈ കഴുകാറായിരുന്നത്. അവര് വിശന്ന് പ്രാണം തല്ലി. ചുരുക്കി പറഞ്ഞാൽ ഇതായിരുന്നു അപ്പോസ്തലിക ശുശ്രൂഷ. അതെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ ആരംഭ സമയത്ത് ഇവര് ചേർന്ന് നിന്നവരാ, പിന്നീട് അകന്നു പോയി. രണ്ട് കാരണം. ഒന്ന് ശുദ്ധഹൃദയമല്ല, രണ്ട് ദുർമനസാക്ഷി. അകന്നു പോയവര് പോകട്ടെന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. അടുത്തു വരണം. അടുത്തു വരാൻ 3 കാര്യം കാണിച്ചു. ഒന്ന്, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴിയൊരുക്കി. നീ അകന്നു നിൽക്കരുത്. അവിടുത്തെ ശരീരം സ്വത്രം ഉടവുചാല് പോലെ മുതുക് നീളത്ത് കീറി ഈയക്കട്ടയും ഉൾക്കൊള്ളത്തും ചൂണ്ടലും കൊണ്ടുള്ള ചാട്ട അടിച്ച് പറിക്കുമ്പോൾ അവിടുത്തെ തിരുശരീരത്തിൽ നിന്ന് മാംസം ഇരുന്ന് പറഞ്ഞു മാറുകയാ. അങ്ങനെ ഉടവുചാല് പോലെ നീളത്തിൽ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി നിനക്ക് ഒരുക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി സ്നേഹിത, സുഹൃത്ത്, മാതാവേ, പിതാവേ, അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, അവൻ മൗനമായി നിൽക്കരുത്. ഇന്ന് രാത്രി നീ യേശുവിന്റെ അടുക്കലോട്ട് വാ. ഒരു പുത്തൻ വഴി നിനക്ക് ഒരുക്കിയിട്ടിരിക്കുക. ഇന്ന് രാത്രി ആ വഴി ഇവിടെ ഒരുങ്ങി കിടക്കുക. 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. വിശ്വാസത്തോടെ, അനുതാപത്തോടെ ഒറ്റ വാക്ക് പറഞ്ഞ് അടുത്തു വാ. യേശുവേ, ഞാൻ പാപിയാ, എന്നോട് ക്ഷമിക്കണം. നിന്റെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകി ഇന്ന് രാത്രി നിന്റെ മകളാക്കി എന്നെ തീർക്കണമെന്ന് ആര് പ്രാർത്ഥിച്ചു അനുതാപത്തോടെ അടുത്തു വരും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. 3 കാര്യം ചൂണ്ടിക്കാണിച്ച. ഒന്ന്, പുത്തൻ വഴിയൊരുക്കിയിട്ടിരിക്കുന്നു. 2, അവിടുത്തെ പരിശുദ്ധ രക്തമുണ്ട് ഇവിടെ. ആ രക്തം നിന്റെ സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കും. ഹാബേലിന്റെ രക്തത്തെക്കാലം ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തമുണ്ട് ഇവിടെ. സകല അകൃത്യങ്ങളും പാപങ്ങളും മോചിക്കുന്ന രക്തം. പാപപരിഹാരത്തിന് മറ്റ് കർമ്മമാർഗവും പുണ്യമാർഗവും ഒന്നും വേണ്ട. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ സകല പാപങ്ങളും പരിഹരിക്കും. അവിടുത്തെ രക്തം വിലയേറിയ രക്തമാ, പുണ്യാക രക്തമാ, പാപം മോചിക്കുന്ന രക്തമാ, രോഗം സൗഖ്യമാക്കുന്ന രക്തമാ, സമാധാനം തരുന്ന രക്തമാ, ജയം തരുന്ന രക്തമാ. ആ രക്തത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി നീ അറച്ചു നിൽക്കരുത്, അകന്നു നിൽക്കരുത്, അടുത്തു വാ. 3, അടുത്തു വരാൻ ആഹ്വാനം മുടക്കുന്നത് നന്നായിട്ട് പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. നമുക്ക് വേണ്ടി ഒരുവൻ പക്ഷപാതം ചെയ്യുന്നു പറഞ്ഞാൽ, പക്ഷപാതം പറഞ്ഞാൽ നമ്മുടെ പക്ഷം പിടിച്ചു വാദിക്കുന്നു. ആര്? യേശു. എവിടെ? സ്വർഗത്തിൽ. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ചു വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു വാദിക്കുന്നു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. എന്തിനു വാദിക്കുന്നു? നമുക്കെതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട് അവിടെ. അവന്റെ പേരാ അപവാദി. അവന്റെ ശിങ്കിടികൾ നമ്മുടെ നാട്ടിലും സഭയിലും ഒക്കെ സെൻട്രലിലും ഉണ്ട്, സ്റ്റേറ്റിലും ഉണ്ട്, ജനറലിലും ഉണ്ട്. പേരൊന്നും പറയണ്ട, ഞാൻ അതൊരു പറഞ്ഞൊരു ആലോക്യം ഉണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങൾക്കെതിരെ അപമാനം പറയുന്ന അപവാദിയാകുന്ന പിശാചി ചെല്ലുമ്പോൾ നിരാശപ്പെടരുത്. നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. നമ്മളൊരു പഴയ പാട്ട് പാടുകല്ലേ, ദാതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന പക്ഷവാദം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 3 കാര്യങ്ങൾ കാട്ടി ഇവരോട് പറയും അടുത്തു വരാൻ. പിന്നെ അടുത്തു വരുമ്പം ശുദ്ധീകരണം ഉണ്ടായിരിക്കണം. 2 വിധത്തിലെ ശുദ്ധീകരണം. ഒന്നുകൂടെ പറയാൻ, 2 കാരണങ്ങളാൽ അകന്നു പോയി. 3 കാരണങ്ങൾ കാണിച്ചവരെ ഇങ്ങോട്ട് വിളിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ 2 വിധത്തിലെ ശുദ്ധീകരണം നടക്കണം. 1 ആന്തരിക ശുദ്ധീകരണം, 2 ബാഹ്യ ശുദ്ധീകരണം. ആന്തരിക ശുദ്ധീകരണത്തിന്റെ തെളിവാണ് ഹൃദയങ്ങളിൽ തളിക്കണമെന്ന്. ഹൃദയാകത്തല്ലയോ യേശുവിന്റെ രക്തം ഹൃദയത്തിൽ തളിക്കണം. ആന്തരിക ശുദ്ധീകരണം. ബാഹ്യ ശുദ്ധീകരണം അതിന് തെളിവാണ് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം. ശുദ്ധവെള്ളം എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് മായമില്ലാത്ത വചനം, അതാ ശുദ്ധവെള്ളം. നമ്മളൊരു പഴയ പാട്ടിന്റെ വരി ഇങ്ങനെ ഉണ്ടല്ലോ, പോഷിപ്പിക്ക പത്യവചനം ശിരത്താൽ നിർമ്മല തോയം
നിത്യം കുടിപ്പിച്ച് നിർമ്മല തോയം. അവിടെ നേരം പോയി. നിർമ്മല തോയം. തോയം വെള്ളം, വെള്ളത്തിന്റെ പര്യായമാ. തോയവും സലിലവും ജലവും ഒക്കെ പര്യായം. അപ്പൊ തോയം വെള്ളം, നിർമ്മല തോയം, മായമില്ലാത്ത തിരുവചനം. അപ്പൊ ആന്തരിക ശുദ്ധീകരണം യേശുവിന്റെ രക്തത്താൽ, ബാഹ്യ ശുദ്ധീകരണം ദൈവത്തിന്റെ വചനത്താൽ. അതുകൊണ്ടായി പറയുന്നത് ആമേൻ, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കൃപയിൽ വരുന്ന ദൈവമക്കളോട് പറയാം. അയാൾ ഇനി സമയം പോയി, ഇതോടെ പറഞ്ഞേച്ച് അതെല്ലാം ഒരുങ്ങി കിടക്കുക. എന്നാ പോട്ടെ. രക്ഷിക്കപ്പെട്ട് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ, ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ മായമില്ലാത്ത വചനം പറയണം. മായമില്ലാത്ത ദൈവത്തിന്റെ വചനം പറഞ്ഞെങ്കിലേ ഭാഗ്യ ശുദ്ധീകരണം ഉണ്ടാകൂ. രണ്ടു ശുദ്ധീകരണവും ദൈവം ഇഷ്ടപ്പെടുന്നു. ആന്തരിക ശുദ്ധീകരണവും ഭാഗ്യ ശുദ്ധീകരണം രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ്. അതിന് തെളിവായിട്ടാ കർത്താവ് പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറഞ്ഞു, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം എന്നിട്ടോ അകമോ. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? അകവും പുറവും വെടിപ്പാകണം. ഇതിന് നീളമില്ലല്ലോ മാത്തൂച്ച, ഇതിന് നീളം ഇത്ര ഉള്ളോ? ഉള്ളതാട്ടെ. അത് ഉരുങ്ങി കിടക്കുക. കോട്ട്ലെസ് ഉണ്ടോ? ഏതായാലും തീരാൻ പോവാ. എന്നാ പിന്നെ രണ്ടു വിധത്തിലെ ശുദ്ധീകരണം. ഒന്ന് ആന്തരിക ശുദ്ധീകരണം, അത് യേശുവിന്റെ രക്തത്താലാ. രണ്ട് ഭാഗ്യ ശുദ്ധീകരണം, അത് ദൈവത്തിന്റെ വചനത്താൽ. അപ്പോൾ അകവും പുറവും ഒരുപോലെ വെടിപ്പാകണം. രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ്. ചിലർ പറയുന്നത് അകം മാത്രം വെടിപ്പായാ മതി, അല്ല പുറവും വെടിപ്പാകണം. ചിലർ പറയുന്നത് അകം ആരറിയാനാ, പുറവല്ല മിനുക്കിയാ മതി, അല്ല അകവും വെടിപ്പാകണം. അത് രണ്ടും നമ്മുടെ കർത്താവിന് ഇഷ്ടമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, അകവും പുറവും ഒരുപോലെ സ്തോത്രം വെടിപ്പാകണം. അത് ദൈവത്തിന് ഇഷ്ടമാണ്. രണ്ടു വിധത്തിലെ ശുദ്ധീകരണം. ആ ശുദ്ധീകരണത്തോട് വേണം അടുത്തു വരാൻ. അങ്ങനെ അടുത്തു വന്നവർക്ക് പ്രത്യാശയുടെ വചനമാ 32 മുതൽ പൂർവകാലവും വർത്തമാനകാലവും ഭാവികാലവും ഓർക്കണം. വിവരിക്കുന്നില്ല. അതിൽ ഭാവികാലം എന്തുവാന്ന് 37-ാം വാക്യത്തിലുണ്ട്. അത് പറഞ്ഞങ്ങ് നിർത്തുക, പ്രസംഗിക്കുന്നില്ല, നിർത്തുക. ദൈവത്തിന് മഹത്വം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതാ നമ്മുടെ ഭാവി കാലം. സദൃശവാക്യത്തിൽ വായിക്കുന്നത് സാമർത്ഥ്യമുള്ള സ്ത്രീയെ പറ്റി പറയുക. നന്നാ രാവിലെ എഴുന്നേക്കും, വീട്ടിലുള്ളവർക്ക് ആഹാരം കൊടുക്കും, അവളെ എല്ലാവരെയും സൂക്ഷിച്ച് നോക്കുന്നു. സൂക്ഷിച്ചൊക്കെ നോക്കണം. സാമർത്ഥ്യമുള്ള സ്ത്രീയെ, സഭയെ, എല്ലാവരെയൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കണം. പറയാ ആരാ താമസിക്കുന്നത്, അവനുമായിട്ട് മിണ്ടിയിട്ടിട്ട് വല്ലവായി. പിന്നെ എങ്ങനെ നോക്കുന്നുണ്ട്? വല്ലാത്ത നോട്ടം. സൂക്ഷിച്ചൊക്കെ നോക്കണേ. സാമർത്ഥ്യമുള്ള സ്ത്രീയെ സൂക്ഷിച്ചു നോക്കും. വീട്ടിലുള്ളവർക്കെല്ലാം ആഹാരം, അല്ല തന്നെ ചായ ഇട്ട് കുടിക്കുകയല്ല. വെളുപ്പിനെ എഴുന്നേറ്റ് തന്നെ ഒരു ചായ പാല് ചേർത്ത് കൂട്ടി. ആ പ്രായമുള്ള തള്ളയും തന്തയും അവിടെ കിടക്കാതെ അവർക്ക് ഇഷ്ടമല്ല. വീട്ടിലുള്ളവർക്കെല്ലാം ആഹാരം കൊടുക്കണം. എല്ലാവരെയും സൂക്ഷിച്ച് നോക്കും. നന്നാ രാവിലെ 8:30 ആകുമ്പോൾ മനമേ പക്ഷി കളിയാക്കിയ പൊടി. ഞാൻ 5 മണിക്ക് എഴുന്നേറ്റാന്ന് പറയും. പക്ഷി നന്നാ രാവിലെ എഴുന്നേക്കണം. മാത്രമല്ല അവളെ പറ്റി വായിക്കുന്ന കച്ചവടക്കപ്പലാന്നാ. ഇപ്പൊ കച്ചവടക്കപ്പലല്ല, പണ്ട് അച്ചായൻ പറഞ്ഞതുപോലെ പടക്കപ്പല. പടക്കപ്പലിന് പീരങ്കിയല്ലേ 4 വശത്തും. അവൻ ഡാണാപ്പടി കൂടെ വന്നാലും പീരങ്കി, ഏത് വശത്തൂടെ വന്നാലും പടക്കപ്പലല്ല, കച്ചവടക്കപ്പല. അങ്ങനെയുള്ള സാമർത്ഥ്യമുള്ള സ്ത്രീയെ പറ്റി പറയാ, അവൾ ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകുക. എന്തുവാ നമ്മുടെ ഭാവികാലം? ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് പാപം കൂടാതെ രണ്ടാമനും പ്രത്യക്ഷപ്പെടും. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ചിലർ മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുക. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ഇതാണ് നമ്മുടെ ഭാവി പ്രത്യാശ. ആ വാക്യങ്ങൾ ഒടുവിൽ പറയുക, ഇങ്ങനെ നാം എപ്പോഴും നമ്മുടെ കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട്
അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. പൂർവ്വകാലം ഒന്ന് ഓർക്കണേ. ദൈവം നിന്നെ രക്ഷിച്ചല്ലോ, ദൈവം നിന്നെ വിടുവിച്ചല്ലോ, ദൈവം നിന്നെ സൂക്ഷിച്ചല്ലോ. അപകടങ്ങൾ, അനർത്ഥങ്ങൾ പതിയിരുന്നപ്പോൾ അതിൽ നിന്നെല്ലാം വിടുവിച്ച് പാപത്തിന്റെ പടുകുടിയിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന്, നാശകന്റെ കൈയിൽ നിന്ന്, പാപത്തിന്റെ ദാസന്മാരായി പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേഘിച്ച കാലഘട്ടത്തിൽ നിന്ന്, പണ്ടത്തെ കാലം എന്നൊക്കെയാ കൊടുത്തിരിക്കുന്നത്. അജ്ഞാനകാലം, മണ്ണത്തെ കാലം, പൂർവ്വകാലം, ഈ കാലത്തിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം നമ്മെ രക്ഷിച്ച് മക്കളും അവകാശങ്ങളാക്കി തീർത്ത് ആമ ഈ കൃപയിൽ കൊണ്ടുവന്ന ദൈവവൈതലേ, നിന്റെ ഭാവി കാലം ഓർത്ത് നീ പുഞ്ചിരി തൂകണം. ഈ കഷ്ടതകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ക്ലേശങ്ങളും മാറും. സങ്കീർത്തനക്കാരൻ പാടുക, ഇത് വേഗം തീരും, ഞങ്ങൾ ഇവിടുന്ന് പറന്നു പോകും. ആ പ്രത്യാശയുള്ളവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക. ആമേ. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ ദേശത്തെ ദൈവം പിടിപ്പിക്കട്ടെ, ആത്മാക്കളെ ദൈവം തരട്ടെ, യേശുവിനെ അറിയട്ടെ, യേശുവിന്റെ നാമം ഉയരട്ടെ. ഭാവി കാലത്ത് ഓർത്ത് നമുക്ക് പുഞ്ചിരിയോടെ പ്രത്യാശയോടെ ഇന്ന് രാത്രി മടങ്ങിപ്പോകാം. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ.